സാർ ഏത് വർഷമാണ് SSLC പാസ്സായതെന്ന് പറഞ്ഞ്? 1973. ആ സമയത്ത് ക്ലാസ്സുകൾ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊക്കെയുള്ള രീതികളായിരുന്നല്ലോ. ഞാൻ പിന്നെ സാധാരണ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രിക്കൊക്കെ ഏത് ഗ്രൂപ്പ് എടുത്തിട്ടാണ്? പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് പിന്നെ സെക്കൻഡ് ക്ലാസ്സിലാണ് ഞാൻ. ആ സമയത്തൊക്കെ സാറിന്റെ വീട്ടില് ഒരു സാധാരണ കുടുംബം ആയിരുന്നല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മക്കളെ കോളേജിൽ അയക്കുന്നതിനോ അല്ലെങ്കിൽ ഇന്നത് പഠിക്കണമെന്നോ അങ്ങനെ വല്ല നിർബന്ധം ഉണ്ടായിരുന്നു? ദൈവം അനുവദിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്നത് പഠിക്കണമെന്നോ ഇന്ന രീതിയിൽ പോകണമെന്നോ എന്നുള്ള ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒന്നുമില്ല. പഠിക്കണം, പഠിച്ച് വിദ്യാഭ്യാസം നേടണം എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കളുടെയും ആഗ്രഹം. ഞാനാണെങ്കിൽ ഏറ്റവും ഇളയ മകനാണ്. അതിൻ്റെതായിട്ടുള്ള ബാലിശമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ പഠനത്തിൽ ഉഴപ്പിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ എന്നെ ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ ഒരു പ്രേരണയായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡിഗ്രികളൊക്കെ അച്ചീവ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചത്. സാറിന് എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ സ്കൂളിലോ കോളേജുകളിലോ ഓർമ്മയുണ്ടോ? സാറ് സ്പോർട്സിലോ NCCയിലോ കോളേജ് മാഗസിനിലോ എന്തെങ്കിലും എഴുതിയതായിട്ട് ഓർമ്മയുണ്ടോ? ഞാൻ മാഗസിൻ്റെ കാര്യങ്ങൾ, കയ്യെഴുത്ത് മാസികയുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ കൊടുവളഞ്ഞിലുള്ള യുവന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കയ്യെഴുത്ത് മാസികകളിലൊക്കെ ഉൾപ്പെടുന്ന അത് പുറത്തിറക്കുവാനും സംഘടനാ രംഗങ്ങളിൽ കൂടുതൽ ഞാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കോളേജ് തലത്തിൽ ട്രെയിനിങ് കോളേജിൻ്റെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സംഘടനാ തലത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതും, പക്ഷെങ്കിൽ എഴുത്ത് എൻ്റെ ഒരു പബ്ലിഷിങ്ങിന് വേണ്ടിയുള്ള എഴുത്തുകളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ വായന എൻ്റെ ഒരു സ്ഥിരമായ ശീലമാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഓർക്കുന്നത്. അത് അന്ന് എന്നെ മലയാളത്തിൻ്റെ അധ്യാപകനായിരുന്ന ജോറി സാറായിരുന്നു. ജോറി സാറിൻ്റെ ഞാൻ ഈ 90-ൽ അമേരിക്കയിലേക്ക് വരുന്നത് വരെ പഠിത്തം കഴിഞ്ഞിട്ടും ജോറി സാറുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സാറ് പല കാര്യങ്ങളിലും ഞങ്ങൾ ചിന്തിക്കുകയും സാഹിത്യ രംഗങ്ങളിൽ പല കാര്യങ്ങളും സംസാരിക്കുവാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, ഈ സമയങ്ങളിൽ സാറിന്റെ ചെറുപ്പകാലങ്ങളിൽ സഭയുമായിട്ട്, പള്ളിയുമായിട്ട് അല്ലെങ്കിൽ ഡയോസിസുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും ബന്ധം പറയാനുണ്ടോ? അത് ഞാൻ മധ്യകേരള മഹായിടവകയുടെ യുവന പ്രസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. കൊടുവളഞ്ഞി യുവന പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി മെമ്പർ, യുവന പ്രസ്ഥാനം കൊടുവളഞ്ഞി CSI സഭയുടെ യുവന പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി മെമ്പർ, സെക്രട്ടറി, കൗൺസിൽ മെമ്പർ, മധ്യകേരള മഹായിടവ യുവന പ്രസ്ഥാനത്തിന്റെ ജനറൽ കമ്മിറ്റി മെമ്പർ, മധ്യകേരള യുവന പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, അതിനുശേഷം യുവലോകം മാനേജരായിട്ടും മധ്യകേരള യുവന പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്തിന്റെ റെസിഡന്റ് മാനേജരായിട്ടും, അതുപോലെ മധ്യകേരള യുവന പ്രസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായിട്ടും 80-82 കാലങ്ങളിൽ എനിക്ക് സേവനം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. സാറ് ഇനി ഒരു ചെറുപ്പകാലത്തെ പറ്റി പറഞ്ഞാല്, സാറ് ആദ്യമായിട്ട് കോട്ടയം പട്ടണവും തിരുവനന്തപുരവും എറണാകുളവും ഒക്കെ കണ്ട സമയം ഓർക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് അങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നത്? കേരളത്തിന് പുറത്തേട്ട് ആദ്യമായിട്ട് പോയത് എവിടെയാണ്? കേരളത്തിന് പുറത്തായി പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ ആ സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാതെ കേരളത്തിൻ്റെ പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. എൻ്റെ മൂത്ത സിസ്റ്റർ കോയമ്പത്തൂരായിരുന്നു. സിസ്റ്ററുമായിട്ട് ഉള്ള ഇതിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, കൂടുതലും എൻ്റെ ജീവിതം മുഴുവൻ 90 വരെയും കേരളത്തിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. കോട്ടയം CMS കോളേജിലേക്ക് പോകുന്നതാണ് ആദ്യമായിട്ട് ഞാൻ മാറി എൻ്റെ ഭവനത്തിൽ നിന്ന് അമ്മയുടെയും അപ്പച്ചൻ്റെ ഇടയ്ക്കിൽ നിന്നും ആദ്യമായി മാറി താമസിക്കുന്നത് കോട്ടയം CMS കോളേജിൽ
പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് സ്വയം താമസിച്ച് പിന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. സാറ് വീട്ടിലെ ഏറ്റവും ഇളയതാണെന്ന് പറഞ്ഞു. സാറിന്റെ പേരൻസും എൽഡേഴ്സും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു സാറുമായിട്ട്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ചെറുപ്പം ഞാൻ നോക്കുവാണെങ്കിൽ പിന്നെ ഞാൻ ഏറ്റവും ഇളയത്, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട്. അപ്പോൾ അവരാണ് എൻ്റെ മാർഗനിർദ്ദേശങ്ങൾ. അപ്പോൾ അവരെ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം കൺവെൻഷന് പോവുകയാണെങ്കിലും അതുപോലെ ഓരോ പ്രോഗ്രാമിന് പോകണമെങ്കിലും അവരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതും. അവരാണ് എൻ്റെ ഒരു പ്രചോദനമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. വളരെ സന്തോഷം സാറേ. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാറ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തല്ലേ, കോളേജിൽ പഠിക്കാനത്ത് അമേരിക്കയിലേക്ക് വരാൻ സാധിക്കുമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നു? എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുവാണെങ്കിൽ, എൻ്റെ മദർ മരിച്ച് എൻ്റെ 1987 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 88 എൻ്റെ മദർ ഞങ്ങളെ വിട്ട് പോകുന്നത്. അതിന് ശേഷമാണ് എനിക്ക് ടിക് ഫോമൊക്കെ വരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് അമേരിക്ക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു സ്വപ്ന ലോകമായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല. ഇന്നും ഈ 34 വർഷം ഇവിടെ ജീവിച്ചെങ്കിലും എനിക്ക് അമേരിക്കയോട് എനിക്കങ്ങനെ വലിയ മോഹങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് അമേരിക്കയിൽ എനിക്ക് നാടാണ് ഏറ്റവും, നാട്ടിലെ ആൾക്കാരും നാട്ടിലെ സൗഹൃദ ബന്ധവുമാണ് ഞാനിപ്പോഴും സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള പള്ളികളുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ CSI സഭയുടെ ആദ്യത്തെ കൗൺസിൽ സെക്രട്ടറിയാണ് ഞാൻ. 1994 ഈ കൗൺസിൽ CSI കൗൺസിൽ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കഴിഞ്ഞ മോഡറേറ്ററായിരുന്ന തോമസ് കെ ഉമ്മൻ തിരുമേനി ആയിരുന്നു അന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് ഇത്. ഇപ്പോഴെൻ്റെ സഹോദരനാണ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ സക്രിയ ഓമൻ ആണ് സേവനം ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് സാർ. സാറ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക വന്നതിന് ശേഷം സാറ് അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോൾ ഞാൻ ചെയ്ത ജോലി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം BEd ഡിഗ്രിയും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ആദ്യം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും എൻ്റെ ഭാര്യ ബെറ്റ്സിയും കൂടെ ഞങ്ങളൊരു പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ജോലി ചെയ്തത്. അതും രാത്രി ഏറ്റവും രസകരം, രാത്രി 11 മണിക്കാണ് 10 മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. ആ ഷിഫ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണം. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ല സ്വന്തം അധ്വാനിച്ച് ചെയ്യുക എന്നുള്ള, ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഞങ്ങൾ രാവിലെ ചിലപ്പോൾ ഞങ്ങൾക്ക് റൈഡ് കിട്ടത്തില്ല, ഞങ്ങൾ നടന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ അല്ല. പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അവർക്ക് ജോലിക്ക് പോകണം, നമ്മളെ പിക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങിയത്. അത് കഴിഞ്ഞ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വീണ്ടും പഠിക്കുവാൻ. അങ്ങനെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ, കമ്പ്യൂട്ടർ സയൻസിലെ മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്ക് എടുക്കാനും. അതെൻ്റെ ഒരു ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് മാറി. അതുകൊണ്ട് ഇന്ന് വരെ പുറകോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ജോലി സംബന്ധമായിട്ട് ഇന്നും ജോലി ചെയ്യുവാൻ ഏതാണ്ട് റിട്ടയർമെൻറ്റ് സ്റ്റേജിലോട്ട് നിന്നാൽ പോലും ആ ജോലി കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. സാറിൻ്റെ ഈ ഇത്രയും നാളത്തെ അനുഭവങ്ങൾ, ജീവിത പാഠങ്ങളെല്ലാം വെച്ച് യങ്സ്റ്റേഴ്സിനോട് സാറിന് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും സാർ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്? വിശ്വാസത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ജനറലി പറഞ്ഞാൽ. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ പേരൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഊന്നൽ നടക്കുകയാണെങ്കിൽ, നമ്മളൊരു സ്കിൽഡ് പേഴ്സണായിട്ട് രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുവാൻ ഒരു
ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമുക്ക് സാധ്യമാകുകയില്ല. അപ്പോൾ സ്ഥിരോത്സാഹവും വിദ്യാഭ്യാസം നേടുകയും ഒരു സ്കിൽഡ് പേഴ്സണായിട്ട് മാറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാരണം അമേരിക്കയിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് കൂട്ടുകെട്ടിലും എങ്ങനെ വേണമെങ്കിൽ പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ നമ്മളിലുള്ള വിശ്വാസവും നമ്മളാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ പേരൻസ് അല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ കൂടെയുള്ളവരല്ല, നമ്മളാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഏത് വേണം, ഏത് ത്യജിക്കണം, ഏത് അംഗീകരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അമേരിക്കയിൽ സഫലമായിരിക്കും. ഓപ്പർച്യൂണിറ്റി ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. താങ്ക് യു. സാറിന് വേറൊരു ഓപ്ഷൻ, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി തോന്നുകയാണെങ്കിൽ ഏത് ആയിരുന്നിരിക്കാം സാർ ഒരു സാഹചര്യത്തിൽ കൂടെ വന്ന് ബിൽഡപ്പ് ചെയ്ത ഒരു കരിയറാണ്, അല്ല എന്നുണ്ടെങ്കിൽ സാർ ഏത് കരിയർ ചൂസ് ചെയ്യുമായിരുന്നു? എനിക്ക് സോഷ്യൽ വർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം ഞാൻ നേരത്തെ എൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ എൻ്റെ അധ്യാപകരും എൻ്റെ സ്കൂളിലെ അധ്യാപകരും എന്നെ മാക്സിമം എന്നെ പ്രോത്സാഹിപ്പിച്ച് സാമൂഹിക രംഗത്ത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. 1964 തോന്നുന്നു ഈ യുദ്ധം ഉണ്ടായത്. യുദ്ധം ഉണ്ടായപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികളെല്ലാം കൂടെ ചേർന്ന്, അന്ന് വളരെ ചെറുപ്പമാണ്, സ്കൂൾ കുട്ടികളിൽ പോകുന്ന കൂട്ടത്തിൽ ഞാൻ സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അവരോടൊപ്പം പോയി വീടുകളിൽ നിന്നും തുണികളൊക്കെ കളക്ട് ചെയ്ത് കെട്ടാക്കിയിട്ട് അത് നനച്ച് കെട്ടാക്കി സ്കൂളിൽ കൊണ്ട് കൊടുത്ത സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിച്ചു, തിരക്കേറിയ സമയത്ത് സാറ് എനിക്ക് വേണ്ടി 5 മിനിറ്റ് തന്നത് ഒത്തിരി സന്തോഷം. ഒരു കാര്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, സാറിന് ഇനി പഠിക്കാനൊരു അവസരം തന്നാൽ സാർ എന്ത് സബ്ജക്റ്റ് പഠിക്കും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പുതിയ അർത്ഥമില്ലാത്ത ചോദ്യമല്ല, അർത്ഥമുള്ള ചോദ്യമാണ്. ഞാൻ പറയുവാണെങ്കിൽ ജീവിതം മുഴുവൻ നമ്മുടെ പഠനമാണ്. പക്ഷെങ്കിൽ അത് നമ്മളൊരു റിട്ടയർമെന്റ് സ്റ്റേജ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള പഠനമായിരിക്കും. അപ്പോൾ ഞാനൊരു ഒരുപക്ഷെ ഒരു ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പഠനം ഒരുപക്ഷെ ചൂസ് ചെയ്യുമായിരുന്നു. കാരണം പല രംഗങ്ങളിലും ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഇത് നമുക്ക് സാധ്യമാണോ, അത് സാധ്യമാണോ? അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എനിക്കുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരോടും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അതിൻ്റെ എക്സ്പേർട്ടിനോടും ചോദിച്ചിട്ട് തീരുമാനമെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം ചില വ്യക്തികൾ, ചില ഗ്രൂപ്പുകൾ എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ട്രസ്റ്റിനെ നമ്മൾ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചുമ്മാ ആവശ്യമില്ലാതെ അവരിലേക്ക് ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. താങ്ക് യു സർ. സാർ ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആളാണ് ആയതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ഇന്നത്തെ എയുടെ സ്ഥാനം എവിടെയാണ്? മനുഷ്യൻ എയുടെ സ്ഥാനത്തിലോട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യൻ ഞങ്ങൾ ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ എൻ്റെ ജൂനിയർ ഡെവലപ്പേഴ്സിനോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യാതൊരു കാരണവശാലും നിങ്ങൾ AI ഉപയോഗിച്ച് ഒരു കോഡിംഗ് ഉണ്ടാക്കിയാൽ അടുത്ത ദിവസം നിങ്ങൾ ഈ സ്ഥാനത്ത് വർക്ക് ചെയ്യത്തില്ല. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് ഇതാണ്, യുവ തലമുറ AI ഉപയോഗിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, തിരിച്ച് കോഡിംഗ് രൂപത്തിൽ സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അധംപതനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ സ്വയം ബുദ്ധിപരമായിട്ട് കോഡിങ് ഡെവലപ്പ് ചെയ്യുകയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യണം, അല്ലാതെ AI-യുടെ പുറകെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. താങ്ക് യു സോ മച്ച് സാറേ. വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കാം, സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നോട് സഹകരിച്ചതിന്, ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷം. 1 മിനിറ്റൂടെ സാറും സാറിൻ്റെ ബ്രദറും കൂടി ഇരുന്നിട്ട് എനിക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, അതിനോട് ഇരുന്നാൽ സാറിനെ ഞാൻ ഫ്രീ ആക്കിയേക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു സാർ.